കേട്ടിട്ടല്ലേ ഉള്ളൂ. നമ്മളിന്ന് കാണാൻ പോകും. അകത്ത് നമ്മുടെ സുധർമ്മ മിസ് ഒക്കെ ഉണ്ട്. സുധർമ്മ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ അത് കാണാം. ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മേറ്റ്. അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മേറ്റിനെ കാണാൻ വേണ്ടി പോവാണ്. കാരണം വീഡിയോസിലൂടെ മാത്രം പറഞ്ഞ് പരിചയമുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പോവാണ് നമ്മൾ. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മേറ്റിന്റെ കാഴ്ചകളിലേക്ക് പോവാം. ഈ ഇരിക്കണോ, ഇത് നമ്മുടെ വർക്കിംഗ് ഫോഴ്സ് ആണ്. അതായത് പകരമില്ലാണ്ട് അധ്വാനിച്ച് ഒടുവിലൊരു ബാച്ചിനെ ഇറക്കി ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുട്ടികള്. ഇവരാണ് ദ വർക്കിംഗ് ഫോഴ്സ് ഓഫ് Future Plus Skill Meet, and let me introduce the academic counselors of our institution. സുമാനി, ഇതിനോടുകൂടി നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ആളുകളും കഴിഞ്ഞു എന്നാണ്. ഈ അങ്ങനെയല്ല, ബാക്കി അതെ, കുറച്ചധികം ആളുകൾ പരിചയപ്പെടാനുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. വർക്കിംഗ് ഫോഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കും. ഈ വർക്കിംഗ് ഫോഴ്സിലേക്ക് കൺട്രോൾ ചെയ്യാനേ ഒരാളുണ്ടാവുകയെ. കാരണം ഒരു 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 നിയമമില്ലാത്ത സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതെ, കച്ചറയായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു വർക്കിംഗ് ഫോഴ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ മുൻപോട്ട് പോകാനുള്ള കാരണങ്ങളിൽ ഒരാളെ നമുക്ക് പരിചയപ്പെട്ടല്ലോ. എന്തായാലും പരിചയപ്പെടാം. ആരാണ് അദ്ദേഹം? Our future boss, our cool boss. ഇനി നമ്മുടെ CEO, the Chief Executive Officer ഷഹമുൽ സർ നമുക്ക് ഷഹമുൽ സാറേ, കൂൾ ബോസ് ഫ്യൂച്ചർ ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ട് കാണാനാണ് ഞങ്ങളുടെ മെയിൻ ഓഫീസേഴ്സിനും മറ്റും. ഈ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മേറ്റ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ആളുകളൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോഴേ ഈ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മേറ്റിനെ കുറിച്ച് വളരെ ചുരുക്കിയിട്ട് പക്ഷെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പറയാൻ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ത് പറയും? ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ടാഗ് ലൈൻ തന്നെ പറയാം. അത് ലേൺ, ഗ്രോ, സക്സീഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുക, വളരുക, അതേപോലെ ജീവിതത്തിലൊക്കെ നമ്മൾ സക്സീഡ് ആവുക എന്നുള്ളതാണ്. അതിനാണ് ഞങ്ങളുടെ മോട്ടോ വരുന്നത്, അതിനാണ് ഞങ്ങളുടെ വിഷൻ വരുന്നത്. ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. മോണ്ടിസോറി വരുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് വരുന്നുണ്ട്, ട്രെയിനിങ് വരുന്നുണ്ട്. നിങ്ങളുടെ എയിം നിങ്ങളുടെ സ്വന്തം കാലം നിൽക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണെങ്കിൽ കൂടെ നിങ്ങൾ സ്കിൽ മേറ്റ് ഉണ്ടാവും. നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റിലൂടെ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് ഏതാണ്? അപ്പൊ ഈ മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യാം, ഫാക്കൽറ്റീസിന് ആവശ്യമായിട്ടുള്ള സജഷൻസ് നൽകുക, എങ്ങനെ സ്റ്റുഡൻസിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എടുക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു അക്കാഡമിക് ഹെഡ് നമ്മളൊപ്പം പരിചയപ്പെടണ്ടായിരുന്നു. എല്ലാവരെയും പരിചയപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും പരിചയപ്പെട്ടേ മതിയാവൂ. മോണ്ടിസോറി മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന വേറെ കോഴ്സാണ് ട്രെയിനിങ്. നമ്മുടെ ട്രെയിനിങ് മെന്റർ ആയിട്ടുള്ള ട്രെയിനിങ് അതാണ് ഇത്. അതെ, ആജ് ബാരിഷ് ഏതോ ആ ഡയലോഗ് തന്നെ.
അപ്പോ ഇത് പറഞ്ഞു വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഹിന്ദി പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ ഹിന്ദി പഠിക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ കുറവാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റ് വീണ്ടും നിങ്ങൾക്കൊരു അവസരമായിട്ട് വരുന്നുണ്ട്. നമ്മളിവിടെ ഹിന്ദി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു മെന്റർ കൂടെയുണ്ട്. മുബീൻ ഭായിയെ പരിചയപ്പെടാം. പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പറയുന്നത് പണമായിരിക്കില്ലേ? പക്ഷെ നമ്മുടെ സ്കിൽ മേറ്റിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് പഠിക്കാൻ പണം ഒരിക്കലും ഒരു പ്രശ്നമാണ്. ഇല്ല, കാരണം എന്താണെന്ന് അറിയാമോ അല്ലെ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സുകളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിനാൻസ് സെക്ടർ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് സ്ട്രക്ചർ നമ്മളൊക്കെ ഉണ്ട്. യെസ്, സീറോ കോസ്റ്റ് EMI കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫിനാൻസ് അല്ലെങ്കിൽ നമുക്ക് പണം അടച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനൊരു ഫെസിലിറ്റി നമ്മളോടൊപ്പം ഉണ്ട്. ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു എന്താ പറയാ, ഒരു സെയിൽസ് പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. യെസ്, ബജാജ് ഫിനാൻസിന്റെ ഒരു സെയിൽസ് പേഴ്സൺ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കോഴ്സുകൾക്ക് സീറോ കോസ്റ്റ് EMI നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എക്കണോമിക്കലി. ആൻഡ് യെസ്, സ്വർണ്ണ എന്തൊക്കെ പറഞ്ഞാലും ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി എഡിറ്റിംഗ് ടീം ഉണ്ടാവണം അല്ലേ? Yes, we have that. അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റ്. നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള എന്നാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന കോഴ്സുകൾ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റിൽ നൽകുന്നുണ്ട്. അപ്പോ വീഡിയോസിൽ മാത്രം കേട്ട് പരിചയമുള്ള എന്ന് പറയാൻ പറ്റില്ല അല്ലെ? കേട്ട് പരിചയമുള്ള ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റിനെയാണ് ഞങ്ങളിപ്പോ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇനി ജോലിയാണോ നിങ്ങളുടെ പ്രശ്നം? ജോലിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, ജോലിക്ക് ആസ്പദമായിട്ടുള്ള കോഴ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ആരുടെ കൂടെയുണ്ട്? യെസ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റിലേക്ക് വരാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മോണ്ടിസോറി പോലെ, ട്രേഡിംഗ് പോലെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളുടെ ഭാഗമാകണം എന്നാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, നമ്മളെ വിളിക്കാം, വിവരങ്ങൾ അന്വേഷിക്കാം. ആൻഡ് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റിന്റെ ഭാഗമാകാം.